നമസ്കാരം. വീണ്ടും ഒരു യാത്രയിലാണ്. ഇത്തവണ കേരളത്തിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം പെരിയാർ ടൈഗർ റിസർവിൽ ടോപ്പ് റേറ്റഡ് മോസ്റ്റ് ഡിമാൻഡഡ് വൈൽഡ് ലൈഫ് പ്രോഗ്രാമായ ടൈഗർ ട്രെയിൽസ് 2 നൈറ്റ് നമ്മളിവിടെ സ്റ്റേ ചെയ്ത് ഈ പുറകിൽ കാണുന്ന ടെൻറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ടൈഗർ റിസർവിലൂടെ നടന്നു തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകൾ തന്നെ കണ്ടോ. ഇതാ ഒരു സാമ്പാർ ഡിയർ. ഇത് അത്യാവശ്യം പ്രായമുള്ള ഒരു മെയിലാണ്. ഇവൻ ഉൾക്കാട്ടിലേക്ക് പോകാതെ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓഫീസിൻ്റെയും ക്വാർട്ടേഴ്സിൻ്റെയും ഒക്കെ ആളനക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥിരം സാന്നിധ്യമാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന മാൻവർഗ്ഗങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയതാണ് സാമ്പാർ ഡിയർ അല്ലെങ്കിൽ മ്ലാവ്. റൂസ യൂണികളർ എന്നാണ് ഇവരുടെ ശാസ്ത്രനാമം. ഇവരുടെ കണ്ണിന് താഴെ ഒരു ചെറിയ ഹോള് കണ്ടോ, അത് പ്രീ ഓർബിറ്റൽ ഗ്ലാൻഡാണ്. ടൈഗർ റിസർവിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ മലയണ്ണാനും കുരങ്ങുകളും പോലുള്ള ചെറിയ ചെറിയ ജീവികളെയും നമുക്ക് കാണാൻ സാധിക്കും. ബൊണ്ണറ്റ് മക്കാക്ക അല്ലെങ്കിൽ നാടൻ കുരങ്ങ് എന്നാണ് ഇവരുടെ വിളിപ്പേര്. മക്കാക്ക റേഡിയേറ്റ എന്നാണ് ഇവരുടെ ശാസ്ത്രനാമം. കാടുകളോട് ചേർന്നുള്ള മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 925 സ്ക്വയർ കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന പെരിയാർ കടുവ സങ്കേതം 1934 നെല്ലിക്കാമ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന പേരിലാണ് രൂപപ്പെട്ടത്. പിന്നീട് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു. പിന്നീട് 1978 അത് കടുവാ സങ്കേതമായിട്ട് മാറ്റപ്പെടുകയായിരുന്നു. നമ്മളീ നടന്നു പോകുന്ന വഴികളിൽ തന്നെ ഒരുപാട് കിളികളുണ്ട്. ഉള്ളു മുഴുവൻ പൊള്ളയായിട്ടുള്ള ഈ മരം കണ്ടോ. ഇതുപോലെ വിവിധങ്ങളായ ഒരുപാട് മരങ്ങളാണ് ഈ കാട്ടിലുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് വാവലുകളും തൂങ്ങിക്കിടപ്പുണ്ട്. അണ്ണാൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഇനമാണിവർ, മലയണ്ണാൻ, മലബാർ ജെയിൻ സ്ക്വറൽ. സാധാരണയായി ഇവർ നല്ല ഉയരങ്ങളിലാണ് കാണാറുള്ളത്. പക്ഷേ ഇവൻ ഇവിടെ ഒരു കമ്പിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ മെല്ലെ ഒന്ന് എഴുന്നേറ്റ് ഉറക്കച്ചടവ് മാറാത്ത രീതിയിൽ വളരെ സ്ലോയിൽ നടന്ന് അടുത്ത മരത്തിലേക്ക് കയറിപ്പോവുകയാണ് ഉണ്ടായത്. ബോട്ടിംഗ് ലാൻഡിംഗ് പോയിന്റിൽ നിന്ന് ഈ ചങ്ങാടം കയറി അക്കരെ കടന്നിട്ട് വേണം നമുക്ക് ടൈഗർ ട്രെയിൽ ക്യാമ്പിലേക്കുള്ള നടപ്പ് തുടങ്ങാൻ. ടോട്ടൽ 6 പേർക്കാണ് അറ്റ് എ ടൈം ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. സാറ്റർഡേ സൺഡേയുമായിട്ടുള്ള 2 നൈറ്റ് പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് വയനാട്ടിൽ നിന്ന് വന്ന ജിതിനും ജിതിൻ്റെ വൈഫ് കൃഷ്ണയും, പിന്നെ സഹയാത്രികരായ ബിപിനും നിതിനും അനീഷും. റിസർവോയറിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിലൊക്കെ കൂടുതലും വെള്ളമാണ്. നമ്മൾ ഒരുപാട് പുൽമേടുകളിലൂടെ യാത്ര ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ പുൽമേടുകളൊക്കെ ഇപ്പോൾ വെള്ളത്തിനടിയിലായതുകൊണ്ട് വേറെ വഴികളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മെയിൻ ഗേറ്റിൽ നിന്ന് ബോട്ടിംഗ് പോയിൻറ്റിലേക്കുള്ള റോഡിൻ്റെ പാരലായിട്ടുള്ള വാക്കിംഗ് വേയിലൂടെയാണ് നമ്മൾ ചങ്ങാടത്തിൻ്റെ അവിടെ എത്തുന്നത്. ചങ്ങാടം കയറിക്കഴിഞ്ഞ് 6 കിലോമീറ്റർ നടന്നാണ് ടൈഗർ ട്രെയിലിൻ്റെ ക്യാമ്പ് സൈറ്റിനടുത്തേക്ക് എത്തുക. പോകുന്ന വഴി തന്നെ ഇതുപോലെ തിക്ക് ഫോറസ്റ്റിലൂടെയും നടപ്പ് വഴികളിലൂടെയും ചെറിയ ചെറിയ പാലങ്ങളിലൂടെയും പുൽമേടുകളിലൂടെയും വഴിയില്ലാത്ത കുറ്റിക്കാടുകളിലൂടെയും ഒക്കെ നടന്നു തന്നെയാണ് നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ നോബിൾ സാറും ഗാർഡന്മാരായ കോശി ചേട്ടനും സുരേന്ദ്രൻ ചേട്ടനും സദാനന്ദൻ ചേട്ടനും അറുമുഖൻ ചേട്ടനുമാണ്. മഞ്ഞ് നിറഞ്ഞ കാടിനുള്ളിൽ 2 ദിവസം കാടിനെ ആസ്വദിച്ച് താമസിക്കാൻ ഞങ്ങൾ 6 പേരെ ഇവരുടെ കൂടെ യാത്ര തിരിച്ചിരിക്കുകയാണ്. കുറച്ചു ദൂരം നടന്ന് ഒരു ചതുപ്പ് പ്രദേശത്തെത്തി. അപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ടോ. കടുവ പിടിച്ച ഒരു കാട്ടുപോത്തിൻ്റെ തലയും അതിൻ്റെ കൂടെ കിടക്കുന്നത് ആനയുടെ പല്ലാണ് കേട്ടോ. ഒരു പല്ല നമ്മുടെ താടിയിലുണ്ട് മൊത്തം തലയുടെ വെയിറ്റ് നോക്കി, എന്ത് വെയിറ്റ് ഉണ്ടെന്ന്. പിന്നെ 1 കിലോയ്ക്ക് മേലുണ്ട്. ഇങ്ങനെയുള്ള ഗ്രാസ് ലാൻഡുകളിൽ സാധാരണയായി ഒരുപാട് മൃഗങ്ങളെ കാണാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഡാമിൽ വെള്ളം കൂടുതലായതുകൊണ്ട് മൃഗങ്ങളെല്ലാം ഉൾക്കാട്ടിലാണ്. കാടെന്ന് പറയുമ്പോൾ വലിയ വലിയ മൃഗങ്ങളും മരങ്ങളും മാത്രമല്ല കേട്ടോ. ചെറിയ ചെറിയ ചെടികളും പൂക്കളും അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചിത്രശലഭങ്ങളും വണ്ടുകളും ഒക്കെ കൂടെ നിറഞ്ഞത് തന്നെയാണ്. ഒരു അരിപ്രാവാണ് സ്പോട്ടഡ് ഡോവ്. അമ്പലപ്രാവുകളേക്കാൾ വലിപ്പം കുറച്ച് കുറവാണ്. പക്ഷേ ഇവർ നല്ല വേഗതയിൽ പറക്കുന്ന കൂട്ടരും കൂടിയാണ്. കാടിൻ്റെ ഉള്ളിലുള്ള മനോഹരമായ പുൽമേടുകൾ കണ്ടോ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. ആൻറ്റിവനം. ഓക്കെ. ഗരുഡക്കൊടി.
Okay. പാമ്പ് കടിച്ചാൽ 2 മണിക്കൂർ No poison. നോ പോയിസൺ ആവും. 2 hour poison. Speed boat coming. 2 മണിക്കൂർ പിടിച്ച് നിർത്താം നമുക്ക് വിഷം. ഇതിൻ്റെ കാ കഴിച്ചാൽ മതി. ക്യാമ്പിലെത്താറായപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നടക്കുന്ന വഴിയിൽ തന്നെ ടൈഗറിൻ്റെ ഒരു പക്ക് മാർക്ക്. ഈ ചെളിയിലൂടെ അത് ക്രോസ് ചെയ്ത് എങ്ങോട്ടോ പോയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അധികം പഴക്കമൊന്നുമില്ല എന്തായാലും. ഈ മരം കണ്ടോ? ഇതിൽ കാണുന്ന പാട് വേറൊന്നുമല്ല, കടുവ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ടെറിട്ടറി മാർക്കിങ്. ഈ മരത്തിൻ്റെ പേര് ചോരക്കാലി എന്നാണ്. ഇതിൽ കടുവ ഇങ്ങനെ മാന്തുന്നതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യാനും, രണ്ടാമത്തേത് ഈ മരത്തിൻ്റെ കറ കൊണ്ട് കടുവയുടെ നഖം ക്ലീൻ ആക്കാനും. ആ മാർക്കിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലിപ്പമുള്ള കടുവയായിരിക്കും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. കാട്ടുകോഴിയാണ് കേട്ടോ, ജംഗിൾ ഫോൾ. നിലത്ത് ചികഞ്ഞ് തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 കിലോമീറ്റർ നടന്ന് നമ്മൾ ടൈഗർ ട്രെയിൽ ക്യാമ്പ് സൈറ്റിനടുത്തെത്തി. ഇനി ഇവിടെ നിന്ന് ഈ കാണുന്ന മുളച്ചങ്ങാടമില്ലേ, ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് ക്രോസ് ചെയ്ത് ക്യാമ്പിലേക്ക് എത്താൻ. ഈ മുളച്ചങ്ങാടം നടുക്ക് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് ആന ചവിട്ടി പൊട്ടിക്കാതിരിക്കാനാണ് കേട്ടോ. ചെറിയ ചങ്ങാടം സൈഡിൽ കെട്ടിയിട്ടുണ്ട്. ഇതിൽ കയറി അവിടെ ചെന്ന് വലിയ ചങ്ങാടം എടുത്തിട്ട് വരും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. വരുന്നത് ബാംബൂ റാഫ്റ്റിംഗ് കഴിഞ്ഞ് വരുന്നവരാണ്. അങ്ങനെ നമ്മൾ ആ ടൈഗർ ട്രെയിൽ ക്യാമ്പിലോട്ട് പോകാൻ പോവാണ്. ഇതാ അവിടെ നമുക്കിവിടെ ഈ ക്യാമ്പിൻ്റെ സൈഡിലെ ക്യാമ്പിനോട് ചേർന്ന് തന്നെ എന്തെല്ലാം ആനിമൽസിനെ കണ്ടിട്ടുണ്ട് ഇതുവരെ? നേരത്തെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. മുള്ളമന്നിക്ക് ഉണ്ടായിരുന്നു, മുള്ളമണ്ണി ലെപ്പടിക്ക് ഉണ്ടായിരുന്നു. ടൈഗർ ഇവിടെ ഒരു ക്യാമ്പ് സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കണ്ടത്ത് ഈ പോത്ത് നിൽക്കുന്നില്ലേ അവിടെ ആന വരാറുണ്ട്. സൈറ്റിങ്സ് എല്ലാം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് കുറവ്. വെള്ളം താന്ന് കിടന്നാലേ കിട്ടും. വെള്ളം താന്ന് കിടന്നാലേ കിട്ടുള്ളൂ. സൈഡിൽ നടക്കാനുള്ള ഏരിയ വേണം. അങ്ങനെ നമ്മുടെ സാധനങ്ങളും എല്ലാം കയറി എല്ലാവരും കയറി 8 പേര് ഈ ചങ്ങാടത്തിൽ എപ്പോഴും വന്നിട്ട് മുള്ളമന്നി 2 ഉണ്ടായിരുന്നു. 4 ഉണ്ടായിരുന്നു. എവിടെ? അവിടെ തന്നെ ക്യാമ്പ് സെറ്റ്. അത് എപ്പോഴും വന്നിട്ട് പിടിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ടില്ല. നൈറ്റിൽ അത് കഴിഞ്ഞിട്ട് മുള്ളമന്നി വന്നിട്ടില്ല. എപ്പോഴും വരുന്നുണ്ട്. എപ്പോഴും വരും അല്ലേ? ചെങ്ങാടത്തിൽ നിന്നിറങ്ങി നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തി കേട്ടോ. ഇനിയുള്ള 2 ദിവസം നമ്മളിവിടെയാണ്. കാടിനെ അറിഞ്ഞ് കാടിൻ്റെ ഉള്ളിൽ. രാത്രി കിടന്നുറങ്ങാൻ ഇവിടെ 3 ടെൻറ്റുകളാണുള്ളത്. ഒരു ടെൻറ്റിൽ 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതുകൂടാതെ തന്നെ ബെഡും സ്ലീപ്പിംഗ് ബാഗും എല്ലാം പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. ആനയുടെയും മറ്റും ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് 4 വശത്തും ട്രെഞ്ചൊക്കെ കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ നല്ല സേഫായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല വിഭവസമൃദ്ധമായ സദ്യ എന്ന് തന്നെ പറയാം. വളരെ ടേസ്റ്റി ഫുഡാണ് ഇവിടെ. റിസർവോയറിൽ മീൻ പിടിക്കുന്നവരാണ്. ഈ കാടിനോട് ചേർന്നുള്ള കുടികളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ മീൻ പിടിക്കാൻ പെർമിഷനുള്ളൂ. ക്യാമ്പിൻ്റെ അടുത്ത് സ്ഥിരമായി കാണാറുള്ളൊരു കാട്ടുപന്നിയാണ് കേട്ടോ ഇത്, വൈൽഡ് ബോർ. ആളനൊക്കെ ഉള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങൾ പെട്ടെന്ന് ആക്രമിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ഇവൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. കാർപ്പൻ്റർ ബി എന്നറിയപ്പെടുന്ന ഒരിനം തേനീച്ചയാണിത് കേട്ടോ. തടി തുരന്ന് കൂടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ആ പേര് കിട്ടിയത്. വൈറ്റ് ബ്രോഡ് വാക്ടൈൽ, വാലാട്ടിക്കിളി. കുറേ നേരം ഇവിടെയുള്ള പുല്ലിലൂടെയൊക്കെ കൊത്തിപ്പറിച്ച് നടന്നിട്ട് ഇപ്പം നമ്മളുടെ ചങ്ങാടത്തിൽ കയറി റെസ്റ്റ് എടുക്കുകയാണ്. ഊണൊക്കെ കഴിഞ്ഞ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. 12 കിലോമീറ്ററാണ് ടോട്ടൽ ട്രെക്കിംഗ് ഡിസ്റ്റൻസ്. ഉച്ച കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള മരങ്ങളിൽ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് ഇവരെയാണ്, കുറച്ച് കാട്ടുപോത്തുകൾ. അവർ നിന്ന് തിരക്കിട്ട് പുല്ല് തിന്നുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ അവർ കണ്ടിട്ട് ഒന്ന് അലർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവരും കുടയൊക്കെ പിടിച്ച് ക്യാമറയൊക്കെ സേഫാക്കി വീണ്ടും നടക്കുകയാണ്. കൂടുതൽ ഭാഗങ്ങളിലും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് മൃഗങ്ങളെ ഒന്നും കാണാൻ കിട്ടാത്ത വിഷമത്തിലാണ് എല്ലാവരും. കടിക്കുമ്പോൾ നമുക്കറിയാം ചൊറിച്ചിൽ വരും, തണുപ്പും അനുഭവപ്പെടും. നമ്മൾ നടന്നു പോകുന്ന വഴി തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ ഈ കാണുന്ന പാട് ഒരു ആന നടന്നു പോയതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ആനയുടെ കാൽപ്പാടും ഉണ്ട്.
ട്രക്കിംഗ് ഏകദേശം കഴിയാനായപ്പോൾ കണ്ടതാണ് കേട്ടോ ഇവനെ. ഒരു കരയാമയുടെ കുഞ്ഞാണ്. ഞങ്ങളെ കണ്ടുടനെ തന്നെ അവൻ കാടിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ നടന്ന് അങ്ങ് കയറിപ്പോവുക. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഓരോ കട്ടൻ കാപ്പിയും തീയിട്ട് നനഞ്ഞ ഷൂ ഒക്കെ ഉണക്കാൻ തീയുടെ ചുറ്റിനും വെച്ചിരിക്കുക. വൈകിട്ടത്തെ ഫുഡ് റെഡിയായി. ചപ്പാത്തിയും ചിക്കൻ കറിയും. ഇവിടുത്തെ മെനുവിൽ ശരിക്കും നോൺ വെജ് ഇല്ലാത്തതാണ്. നമ്മൾ വാങ്ങിക്കൊടുത്താൽ അവർ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തരും. ഈ സ്ഥലമില്ല, ഈ സ്ഥലത്ത് രണ്ട് മുഴ നമ്മൾ എല്ലായിടത്തും പോയി ശ്രദ്ധിച്ച് വയ്ക്കും. മുഴയ്ക്ക് മാത്രം ഇങ്ങനെ ഇതിൻ്റെ നേരെ ഈ സ്ഥലത്ത് രണ്ട് ചെറിയ തടിപ്പ് വാങ്ങുന്നത്. അവനെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിച്ചോണം മാറി. ഒമ്മനെ പോലും നമുക്ക് പേടിക്കണം. പക്ഷേ ഇവൻ കൃത്യം ഓടിച്ചിരിക്കുന്നുണ്ട്. അതിനകത്ത് വള്ളി പുള്ളിക്ക് മാറ്റമില്ല. ഈ ആനക്കൂട്ടത്തിനകത്ത് ഇടയ്ക്ക് നമ്മൾ മാക്സിമം ഇവനെ ഒന്ന് ഓടിക്കാൻ നോക്കിയല്ലേ, ആ ഓടിക്കാൻ നോക്കുമ്പോൾ അവൻ മാറിയല്ല. ആ സമയത്ത് രണ്ടാന തമ്മിൽ ഇങ്ങനെ തുമ്പിക്ക് ഇട പിരിയുന്ന കണ്ടു കഴിഞ്ഞാൽ അന്നേരവും മാറിക്കോളാം. അവൻ സിഗ്നൽ കൊടുക്കുന്ന നമുക്ക് ഓടിച്ചേക്കാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ തുമ്പിക്ക് ഇട്ട് പിണയല്ലേ, പിണയുന്ന കാണുമ്പോഴേ അവിടുന്ന് മാറിക്കോണം, അന്നേരെ മാറിക്കോണം. അവൻ കൈ കൊടുക്കുന്ന നോക്കി ആന വന്നു, അടുത്ത് വന്നു, കയറി പിടിച്ചു. അങ്ങ് ചാടി പിടിച്ച് വലിച്ചു ഓടി ഒരു അര കിലോമീറ്റർ മിച്ചം കാട്ടിനകത്തായി. അപ്പൊ സമയം എന്നാന്നറിയോ? രാത്രി 7 മണി. അതായത് രാത്രി 7 മണിയാണ് ലാൻഡിങ് ചെല്ലണ്ടതാ. നാഗരാമ ചെല്ലണ്ടാണ്. രാത്രി 7 അപ്പം മറ്റുള്ളവരാരെയും കാണുന്നുമില്ല, ഗൺമേനുമില്ല, പുള്ളിക്കാരൻ കെട്ടിയവനെയും കാണുന്നു. ഞങ്ങൾ 2 ആള്. ഈ പുള്ളിക്കാർക്ക് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വിടത്തുള്ളൂ. കാറുവാണ് പേടിച്ചിട്ട് കാറുവാണ് പാവം കരഞ്ഞൊന്ന് വെച്ചാൽ അവസാനം ഇവരെയും കൊണ്ട് ഞാൻ കാറി ഒന്ന് ഇവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കല. അവസാനം ഇവരെയും കയ്യിൽ പിടിച്ചാണ്. ഇങ്ങനെ പിടിച്ച് വിടുവോ? ഇങ്ങനെ പിടിച്ചോണ്ടാ വരുന്നത്. എനിക്ക് നടക്കാൻ പറ്റുമോ? നടക്കാനും മേല. അവസാനം ഒരു തരത്തിൽ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് പയ്യെ ചെന്ന് കാറിയെ പതി ഒരിടത്ത് ഒരു കൂവിച്ചേക്കാം. ഒരാളെ വിളിച്ചു കൂട്ടി. അല്ലെ ഗൺമേൻ വന്നു. പുള്ളിക്കാരനെ കാണുന്നില്ല. പേടിച്ചു പ്രശ്നം ഉണ്ടാക്കുക. നമ്മൾ സാറേ ഒരു കാര്യം ചെയ്യും, ഇവരും വെച്ച് ആ മരത്തിന് പുറത്ത് മാറി നിന്ന് നമ്മൾ നോക്കില്ല. അന്നാണാവോ ഇരുട്ട് കുത്തിരിട്ട്. അവസാനം ഇയാളെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഞങ്ങൾ രാത്രിയിൽ ഇവിടെ വന്ന് ചെങ്ങാട ഞാൻ രാത്രി നീന്തിയെടുത്ത് വെള്ളത്തിൽ ഇവരെ 3 പേരെയും കയറ്റി ചെങ്ങാടത്തേലിരുത്തി ഇവിടെ വന്ന് ഇവരെ വിളിച്ച് കൂട്ടിയിട്ട് ഇവര് ക്യാമ്പ് ഇരിക്കും. അവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങള് ഒരു തീർന്നു മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞ സ്ഥലത്തോളം പറഞ്ഞു. വേറെ മാർഗമില്ല. ഇറങ്ങിയല്ല പുള്ളിക്കാർക്ക്. അവസാനം ഇവര് നേരത്തുകാരെ വിളിച്ചു പറഞ്ഞ് രാത്രി ബോട്ട് വിളിച്ചിട്ട് ബോട്ട് ഇവിടെ വന്നിട്ട് ഇവരെ കയറ്റി ബോട്ടേ കയറി നേരെ ബോട്ട്ലാൻഡിൽ ചെല്ലും. മണി എത്ര വരും? 11:45 രാത്രി 11:45 അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് എന്നെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഈ ഗസ്റ്റ് കണ്ട് എന്നെ വിടത്തില്ല. എന്നെ എനിക്ക് അന്നൊക്കെ ചെറിയൊരു റിലയൻസിൻ്റെ ഫോണാണ്. ഞങ്ങൾക്ക് പോർഷയിൽ നിന്ന് ഒരു റിലയൻസിന് ഫോണുണ്ട്. ആ ഫോൺ വെച്ച് എന്നെ വിളിച്ചിട്ട് ഞാൻ റൂമിൽ ചെന്ന് ഇവര് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ റെഡിയാക്കുക. എന്നെ ഇവരെ വീട്ടിൽ ചെന്ന് അറിയിക്കാൻ ഏതാണ്ട് ഇന്ത്യക്കാരുടെ ഏതോ ഒരു നാടാ. അവിടെ കൊണ്ടുപോകാൻ റെഡിയാക്കി താറൊക്കെ കിടത്താ അവരെ. അതെനിക്ക് കയറാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വരികയെന്ന് പറഞ്ഞു. എനിക്ക് പണിയുണ്ട്, ഞാൻ വരികയെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഷൂവ്, പിന്നെ ഷർട്ടും പാൻറ്, കുറേ പൈസ. ഇതൊരു സന്തോഷം. ടൈഗർ ട്രെയിലിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരുകയാണ് കേട്ടോ. 2ാം ഭാഗം കൂടുതൽ കഥകളും കാഴ്ചകളുമായിട്ട് ഉടനെ ഉണ്ടാവും.